വളരെ ഭവ്യതയോടുകൂടി ബൗ ചെയ്യുന്ന ഡിയറും സീബ്ര ക്രോസിംഗിലൂടെ ഡിസിപ്ലിൻഡായി റോഡ് ക്രോസ് ചെയ്യുന്ന മറ്റൊരു ഡിയറും നാട്ടിലെ ചേട്ടന്മാർ പൊറോട്ട അടിക്കുന്നത് പോലെ അരി അടിക്കുന്നതുമൊക്കെ കാണണമെങ്കിൽ വിസിറ്റ് ചെയ്യാം ജപ്പാനിലെ നാര. ക്യോട്ടോ ഒസാക്ക സിറ്റീസിൽ നിന്നും ഈസിലി ആക്സസിബിൾ ആണ് ഇവിടം. ജപ്പാന്റെ പണ്ടത്തെ ക്യാപിറ്റൽ കൂടിയാണിത്. അവിടുത്തെ ഷിൻഡോ റിലിജന്റെ ഒരു ദൈവം ഒരു വൈറ്റ് ഡിയറിന്റെ പുറത്തു കയറി അവിടുത്തെ ജനത്തെ വിസിറ്റ് ചെയ്തു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഒരു സീക്രഡ് ആനിമൽ അല്ലെങ്കിൽ മെസ്സഞ്ചർ ഓഫ് ഗോഡായി കണ്ട് അവർ ഡിയറിനെ പ്രൊട്ടക്ട് ചെയ്തു വരുന്നു. ബൗണ്ടറീസ് ഒന്നുമില്ലാത്ത വിശാലമായ ഗാർഡനിൽ ഇവരിങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാം. എന്ന് വെച്ച് തോന്നുന്ന ഫുഡ് ഫീഡ് ചെയ്യാൻ പാടില്ല. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സോ ക്രാക്കേഴ്സ് ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒത്തിരി എക്സൈറ്റഡ് ആയി ക്യൂട്ട് ലുക്കിംഗ് ആനിമൽസിന് ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയായി. പക്ഷേ പിടിച്ചോ പിടിച്ചോ ഫുഡ് കണ്ടാൽ കൊതിയന്മാരെ നമ്മുടെ പിന്നാലെ കൂടുന്ന ഇവരെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ, വെറുതെ വിടണമേ എന്ന് പറഞ്ഞ് കൈവൊക്കിയാൽ വെറുതെ വിടുമെന്ന് ഞങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞു. ജാപ്പനീസ് ആളുകൾ പൊതുവെ ട്രഡീഷണൽ ജാപ്പനീസ് ബൗ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഡിയറും നമ്മുടെ മുൻപിൽ ട്രഡീഷണൽ ബൗ ചെയ്ത് ഫുഡിന് വേണ്ടി അഭ്യർത്ഥിക്കും. അങ്ങനെ വളരെ സമാധാനത്തോടു കൂടി ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഒന്ന് പതുക്കെ അതിനെ പെറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ അടുത്തുള്ള ഫ്രഷ് മോച്ച് കിട്ടുന്ന മാർക്കറ്റിൽ പോയി പൊറോട്ട അടിക്കുന്നത് പോലെ ബോയിൽഡ് റൈസിനെ അടിച്ചടിച്ച് പരത്തി ഷേപ്പ് ആക്കി കിട്ടുന്ന ഒരു റൈസ് കേക്കാണിത്. ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ സെലിബ്രേഷൻസിൽ അവരുടെ മെയിൻ സ്വീറ്റ് ആണ്. അകത്ത് ബീൻ പേസ്റ്റ് ഫില്ലിംഗ്, അത് റെഡ് ബീൻ പേസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ബീൻ പേസ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് സ്ട്രെച്ചി ചൂവി ടെക്സ്ചർ ആണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ജപ്പാൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ യുണീക്ക് എക്സ്പീരിയൻസിനായി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നാര.